ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രത്യേക സ്ഥലം വരെ പോവാണ്. ഡെസ്റ്റിനേഷൻ എത്തിയതിന് ശേഷം ആ സ്ഥലത്തിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ നടന്നു പോകുന്നതാണ് ഓഷ്ല അർവാൻസ്കി റോഡിലൂടെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കണേ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് യെല്ലോ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ കിർഗിസ്ഥാനിലെ ഒരു സ്കൂളാണ്. ആ റോഡ് നമ്മൾ നേരെ നടന്നു വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കിർഗിസ് തുറുക് ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ ഒരു വലിയ ഹോസ്പിറ്റലാണ്. അവിടുന്ന് നേരെ നടന്നു വരുമ്പോഴേക്കും ലെഫ്റ്റ് സൈഡിൽ ഈ റെഡ് കളർ ബിൽഡിംഗ് കാണുന്നില്ലേ, ഇത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസിന്റെ ഓരോരോ ബിൽഡിങ്സ് ആണ്. അതുപോലെ റൈറ്റ് സൈഡിൽ നമുക്ക് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടു വന്ന സമയത്ത് സൈഡിലായിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റി കേട്ടോ. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ, ഈ വുഡിലുള്ള. അങ്ങനെ ഇതിൻ്റെ നേരെ വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ആ റെഡ് കളർ കാണുന്നില്ലേ, അതാണ് ഞങ്ങളുടെ ഓസ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ മെയിൻ ബിൽഡിങ്. അതുപോലെ ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ കുഞ്ഞു ഷോപ്പൊക്കെ കാണാൻ പറ്റും. അതാണ് മെയിൻ ബിൽഡിംഗ് എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് നേരെ പോകുമ്പോഴത്തേക്കും ഈ സൈഡിലായിട്ട് ഇങ്ങനെ ബോക്സിങ്ങിൻ്റെ ഒക്കെ ഗെയിമിങ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. ആ കാണുന്ന റെഡ് ബിൽഡിങ്ങും ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ തന്നെ, ആ യൂണിവേഴ്സിറ്റിയുടെ തന്നെ വേറൊരു ബിൽഡിങ്ങാണ്. ഈ സൈഡിൽ കാണുന്നതൊക്കെ പാർക്കും. ഈ കാണുന്നത് ഒരു പാർക്കും അതിനോട് ചേർന്ന് കുറേ റെസ്റ്റോറൻറ്റ്സും ആണ്. അങ്ങനെ ഞങ്ങൾ നേരെ വന്നപ്പോഴാണ് ഇവിടുത്തെ ഒരു കിർഗിസ് വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഷൂട്ട് കണ്ടത്. ഇനി നമ്മൾ നേരെ ക്രോസ് ചെയ്യുക, അതായത് മെയിൻ ബിൽഡിങ്ങിൻ്റെ ആ സൈഡിലുള്ള വഴിയിലേക്ക് നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഇറങ്ങി. ഇതിൽ നിന്ന് നേരെ പോകുമ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഈ ഗേറ്റിൽ കൂടിയും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഗേറ്റിൽ കൂടിയും നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് സുലൈമാൻ തൂയിലേക്ക് വന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ സ്പ്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നല്ല ഫ്ലവേഴ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ട്രീസിൽ. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. അപ്പം എൻ്റെ കൂടെ വന്നവർ നേരത്തെ കയറി അങ്ങ് പോയി. അപ്പോൾ നമുക്കിനി മുകളിൽ ചെന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം ഞാൻ വീഡിയോ എടുത്ത് കുറേ ടൈം വേസ്റ്റ് ആയതുകൊണ്ട് പാത്തു എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഒരു നടക്ക് ഇന്ന് മുകളിൽ എത്താൻ പറ്റത്തില്ല. ഇപ്പം കണ്ടില്ലേ, അതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. മോർണിംഗ് വരുവാണെങ്കിൽ ഇവിടെ നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. ഞങ്ങളിപ്പോൾ ഈവനിങ് ആയി വന്നതുകൊണ്ട് അത് അടച്ചിട്ടിരിക്കുകയാണ്. ഈ കാണുന്നില്ലേ, നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് സുലൈമാൻ തൂയിലേക്ക് കയറുന്ന മെയിൻ എൻട്രൻസ്. അപ്പോൾ സുലൈമാൻ തൂവിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഈ സുലൈമാൻ ഒരു ഇസ്ലാമിക് പ്രോഫറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ബലിയൊക്കെ കൊടുത്തതിന് ശേഷം ദൈവം അനുഗ്രഹിച്ച് ചക്രവർത്തിയായിട്ട് വാഴിച്ച ഒരു സ്ഥലമാണ് ഈ സുലൈമാൻ മൗണ്ടൻ്റെ ഏറ്റവും മുകളിൽ എന്ന് പറയുന്നത്. ഞാനിവിടെ വന്നതിന് ശേഷം ഇത് 3ാമത്തെ തവണയാണ് സുലൈമാൻ തൂയിൽ വരുന്നത്. ഇതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ വരുന്ന ഒരു പിൽഗ്രിം സെൻറ്റർ കൂടിയാണ് ഈ സുലൈമാൻ തൂ എന്ന് പറയുന്നത്. അങ്ങനെ സുലൈമാൻ ഇതിൻ്റെ ടോപ്പ് മോസ്റ്റ് പോർഷനിൽ സ്ഥിരമായിട്ട് നമസ്സൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം ബാർബർ വന്നിട്ട് അതൊരു മോസ്കായിട്ട് അവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ആ മോസ്കിൻ്റെ വിശേഷങ്ങൾ നമുക്ക് മുകളിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഇതാണ് കേട്ടോ, ഞങ്ങൾ പകുതി വഴി കയറിയിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഏകദേശം നല്ലോണം ഓഷെല്ലാം കാണാൻ പറ്റും. കണ്ടില്ലേ, നമ്മൾ ക്രോസ് ചെയ്ത് ഇറങ്ങിയ മെയിൻ യൂണിവേഴ്സിറ്റിയാണ് ആ റെഡ് കളറിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ സ്റ്റെപ്പ് അങ്ങ് മുകളിൽ വരെ ഉണ്ട്. ഇതാണ് മുകളിൽ
coffee. No? Okay. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് തിരികെ പോവുകയാണ്. ഇത് ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള ഒരു ബ്രിഡ്ജാണ്. നല്ല നൈറ്റ് വാക്കിന് പറ്റിയ ഒരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് ലൈറ്റിംഗ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.